അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ പവിത്രമായ വളരെ ശ്രേഷ്ഠതയുള്ള 10 ദിവസങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങൾ അള്ളാഹു പ്രത്യേകമായ ആദരവ് നൽകി ബഹുമാനിച്ച ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ആ 10 ദിവസങ്ങളിൽ കിട്ടുന്ന ഒരുപാട് പ്രതിഫലാർഹമായ സുന്നത്തുകളായ വളരെയധികം പ്രതിഫലാർഹമായ അമലുകൾ നമുക്ക് ചെയ്യാനുണ്ട്. 1. സൂറത്തുൽ ഫജ്ർ എല്ലാ ദിവസവും രാത്രി പാരായണം ചെയ്യാൻ നാം മറക്കരുത്. ഒരാൾ അത് രാത്രി പാരായണം ചെയ്താൽ അവൻ്റെ ദോഷങ്ങളെല്ലാം പൊറുക്കും എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പകലാണ് ഒരു മനുഷ്യൻ സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യുന്നത് എങ്കിൽ കാനത്ത് ലഹു നൂറൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതൊരു പ്രകാശമായി നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംവിധാനിക്കും എന്ന് കിതാബുകളിൽ കാണാം. 2. ആട്, മാട്, ഒട്ടകങ്ങൾ അവകളുടെ ശബ്ദം കേൾക്കുമ്പോഴും അവകളെ കാണുമ്പോഴും തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. ദുൽഹജ്ജിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ തക്ബീർ എങ്ങനെ ചൊല്ലണം? അല്ലാഹു അക്ബർ എന്ന ഒരു തക്ബീർ ചൊല്ലലാണ് പ്രത്യേകം സുന്നത്ത്. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഉദ്ഹിയ്യത്ത് അറുക്കുന്ന മൃഗങ്ങളെ മാത്രം കണ്ടാലല്ല, ഏത് മൃഗങ്ങളെ കണ്ടാൽ, നമ്മൾ ബസ്സിൽ പോകുമ്പോഴും ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ നമ്മൾ മൃഗങ്ങളെ കാണുകയും അവരുടെ ശബ്ദം കേൾക്കുകയും ചെയ്യുമ്പോൾ തക്ബീർ ചൊല്ലൽ പ്രത്യേകമായ സുന്നത്തുണ്ട്, നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ദുൽഹജ്ജ് 1 മുതൽ 9 വരേക്കുമുള്ള ദിവസങ്ങളിൽ അറഫ ദിവസം അഥവാ ദുൽഹജ്ജ് 9 ശക്തിമത്തായ സുന്നത്താണ്. അല്ലാതെ ദുൽഹജ്ജ് 1 മുതൽ 9 വരേക്കുമുള്ള ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കലും പ്രത്യേകമായ സുന്നത്തുണ്ട് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. അറഫ ദിവസം നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകമായ ശക്തിമത്തായ സുന്നത്താണ്. പെരുന്നാൾ ദിവസം അത് നോമ്പനുഷ്ഠിക്കൽ ഹറാമും ആണ്. പിന്നെ ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങളിൽ സ്വതക്ക കൊടുക്കണം. പ്രത്യേകമായ ദാനധർമ്മങ്ങൾ നമ്മൾ നൽകുകയും അതിനെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. പിന്നെ നാം ശ്രദ്ധിക്കേണ്ടത് ദുൽഹജ്ജ് 1 മുതൽ ഉദ്ഹിയ്യത്ത് അറുക്കുന്നത് വരെ ഉദ്ഹിയ്യത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ ശരീരത്തിൽ നിന്നും രോമങ്ങളോ നഖങ്ങളോ നീക്കം ചെയ്യാൻ പാടുള്ളതല്ല. അത് കറാഹത്താണ്, ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും നമ്മുടെ മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്കിടയിൽ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതുപോലെ ഈ ദിനരാത്രങ്ങളെ ഇബാദത്ത് കൊണ്ട് അലങ്കരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.